ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് റൂട്ടിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുവാനും ഹരിത ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിട്ടിട്ടുള്ള നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. പുതിയ സാങ്കേതികവിദ്യയാണെങ്കിലും സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുവാനുള്ള അവസരമാണ് റെയിൽവേ ഒരുക്കിയിരിക്കുന്നത്. വെറും 5 രൂപയാണ് ഈ ട്രെയിനിലെ പ്രാരംഭ ടിക്കറ്റ് നിരക്ക്. ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ രാജ്യത്തെ ഏറ്റവും അത്യാധുനികമായ ട്രെയിനിൽ യാത്ര ചെയ്യാം എന്നതാണ് ഇതിന്റെ പ്രധാന ആകർഷണം. എന്താണ് ഈ ഗ്രീൻ എഞ്ചിൻ? ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? ഡീസൽ എഞ്ചിനുകൾ പോലെ ഈ ട്രെയിനിൽ നിന്നും പുക വരില്ല. പൂർണ്ണമായും ശാന്തവും സുരക്ഷിതവുമായ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഇതിനാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഒരു ട്രെയിൻ ഒരു മൊബൈൽ പവർ പ്ലാന്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ട്രെയിനിന്റെ മുകൾ ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ടാങ്കുകളിലാണ് ഹൈഡ്രജൻ വാതകം സൂക്ഷിച്ചിരിക്കുന്നത്. ട്രെയിനിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രോട്ടോൺ എക്സ്ചേഞ്ച് മേംബ്രൺ ഫ്യൂവൽ സെല്ലിലേക്ക് ഈ ഹൈഡ്രജൻ കടത്തിവിടുന്നു. ഇവിടെ വെച്ച് ഹൈഡ്രജൻ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഈ രാസപ്രവർത്തനത്തിന്റെ ഫലമായി വൻതോതിൽ വൈദ്യുതി ഉണ്ടാകുന്നു. ഈ കറന്റ് ഉപയോഗിച്ചാണ് ട്രെയിനിന്റെ മോട്ടോറുകൾ പ്രവർത്തിക്കുന്നതും ട്രെയിൻ മുന്നോട്ട് കുതിക്കുന്നതും. ഉണ്ടാകുന്ന അധിക വൈദ്യുതി ട്രെയിനിലെ വലിയ ലിഥിയം അയൺ ബാറ്ററികളിൽ സൂക്ഷിച്ചു വെക്കും. ട്രെയിനിന്റെ വേഗത പെട്ടെന്ന് കൂട്ടേണ്ടി വരുമ്പോൾ ഈ ബാറ്ററിയിലെ ഊർജം കൂടി ഉപയോഗപ്പെടുത്തും. ഡീസൽ ട്രെയിനുകൾ അന്തരീക്ഷത്തിലേക്ക് ടൺ കണക്കിന് കാർബൺ ഡയോക്സൈഡും പുകയും പുറത്തുവിടുമ്പോൾ ഹൈഡ്രജൻ ട്രെയിനിൽ ഉണ്ടാകുന്ന ഒരേയൊരു ഉപോൽപ്പന്നം ശുദ്ധമായ ജലബാഷ്പവും ചൂടും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള വായു മലിനീകരണവും ഉണ്ടാകുന്നില്ല. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെയാണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡീസൽ എഞ്ചിനുകളെ അപേക്ഷിച്ച് ഈ ട്രെയിനുകൾക്ക് ഒട്ടും ശബ്ദമില്ല. വളരെ നിശബ്ദമായ യാത്രാ അനുഭവമാണ് ഇവ നൽകുന്നത്. പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ ഡീസൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേക്ക് ഈ ഗ്രീൻ ഹൈഡ്രജൻ സാങ്കേതികവിദ്യ വലിയ സാമ്പത്തിക ലാഭം നൽകും. ഹരിയാനയിലെ ജിന്ദ് സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുള്ള അത്യാധുനിക ഹൈഡ്രജൻ റീഫ്യൂവലിംഗ് സെന്ററിലാണ് ട്രെയിനിലേക്ക് ഇന്ധനം നിറയ്ക്കുന്നത്. വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ പ്രകൃതി രമണീയമായ ഇതര ഹിൽ ടൂറിസം റൂട്ടുകളിലേക്കും ഈ പുകയില്ലാത്ത ട്രെയിൻ സർവീസുകൾ വ്യാപിപ്പിക്കുവാൻ റെയിൽവേ പദ്ധതിയിടുന്നുണ്ട്.